അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹി അൽഹംദുലില്ലാഹി അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ്. വിഷയം വൈകല്യങ്ങളുടെ വ്യാഖ്യാനങ്ങൾ. ഒന്നും കൂടി മലയാളീകരിച്ച് പറഞ്ഞാൽ ഷിയാക്കളുടെ തഫ്സീറുകളിലെ വൈകല്യങ്ങൾ, ഇവരുടെ വ്യാഖ്യാനങ്ങളിൽ വരുന്ന പ്രശ്നങ്ങൾ. ഇത് ഇവിടെ തൊട്ട് മുൻപ് അവതരിപ്പിച്ച സൂഫി തഫ്സീറുകളുടെ ഒരു ശൈലിയിലേക്ക് കൂടി നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് വരണം. ഷിയാക്കളുടെ തഫ്സീർ ഏകദേശം നമ്മൾ ഇന്ന് നിലനിൽക്കുന്ന ഇമാം ജരീർ തുബരി റഹിമഹുള്ളയുടെ തഫ്സീറിന് സമകാലികമായി തന്നെ തഫ്സീർ എഴുതിയവരാണ് ഷിയാക്കൾ. നമുക്കറിയാം, ഇസ്ലാമിലെ ഏറ്റവും പഴക്കം ചെന്ന അല്ലെങ്കിൽ ഏറ്റവും ആദ്യത്തെ അവാന്തര വിഭാഗങ്ങളിൽ ഒന്നാണ് ഷിയാക്കൾ. അപ്പോൾ ഷിയാക്കളുടെ തഫ്സീറും ആദ്യകാലം മുതൽക്ക് തന്നെ ഹിജ്റ 3-ാം നൂറ്റാണ്ടിൽ തന്നെ അവർ തഫ്സീറുകൾ രചിച്ചിട്ടുണ്ട്. ഇപ്പോൾ തഫ്സീറുകളുടെ ഒരു ശൈലി എന്ന് പറയുന്നത്, പൊതുവെ വിശുദ്ധ ഖുർആനിലെ എല്ലാ വാക്യങ്ങൾക്കും രണ്ട് അർത്ഥങ്ങളുണ്ട്, രണ്ട് ആശയങ്ങളുണ്ട് എന്നുള്ളതാണ് ഷിയാക്കളുടെ ഒരു വ്യാഖ്യാനം. അതങ്ങനെ തന്നെ, അതിൽ തർക്കമൊന്നുമില്ല. ഒന്നതിൻ്റെ ബാഹ്യമായ ഒരർത്ഥമുണ്ടാകും, മറ്റൊന്നതിൻ്റെ ആന്തരികമായ ഒരർത്ഥമുണ്ടാകും. അതിനൊരു ഒളിഞ്ഞിരിക്കുന്ന ഒരു ഇന്നർ ഡൈമെൻഷൻ അതിനുണ്ട്. ഈ ഇന്നർ ഡൈമെൻഷൻ ഉണ്ട് എന്ന് പറയുന്നത് ഹക്കാണ്. അങ്ങനെ തന്നെയാണ് വിശുദ്ധ ഖുർആനിൻ്റെ വാക്യങ്ങൾക്കൊക്കെ ആന്തരികമായ ധാരാളം അർത്ഥങ്ങളും ആശയങ്ങളൊക്കെ ഉണ്ടാവും. എന്നാൽ ആ വാക്യങ്ങൾക്ക് സാധാരണ ഒരു ബാഹ്യമായ വാക്യങ്ങളുടെ വ്യാഖ്യാനങ്ങൾക്കാണ് അവർ തഫ്സീർ എന്ന് പറയുക. മറ്റതിനവർ പറയൽ സാധാരണ തഹ്വീൽ എന്നാണ്, തഹ്വീൽ ചെയ്യുക എന്നാണ്, തഹ്വീലിൻ്റെ ആശയം എന്നാണ് ഈ ഉള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന ആശയങ്ങൾക്ക് അവർ പറയുക. ഈ ഒളിഞ്ഞിരിക്കുന്നു എന്ന് പറയുന്നിടത്താണ് ഷിയാക്കളുടെ ആശയ വൈകല്യങ്ങൾ തുടങ്ങുന്നത്. അപ്പോൾ ഈ ഒളിഞ്ഞിരിക്കുന്ന ആ വാക്യങ്ങളുടെ ആശയങ്ങൾ നമുക്ക് മനസ്സിലാകണമെങ്കിൽ അത് അവർ പറയുന്ന ചില ഇമാമിയങ്ങളുണ്ട്, അവരുടെ ചില 12 ഇമാമിയങ്ങൾ. ഈ ഇമാമിയങ്ങളുടെ കൗലുകളിലൂടെ മാത്രമാണ് ഈ പറയുന്ന വാക്യങ്ങളുടെ ആന്തരികമായ അർത്ഥങ്ങൾ മനസ്സിലാക്കാൻ കഴിയുകയുള്ളൂ എന്നുള്ളതാണ് ഷീസത്തിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത്. ഇവിടെയാണ് ഷിയാക്കളുടെ ബേസ്. തഫ്സീറുകളെ അടിസ്ഥാനപരമായി ഒരു സമീപിക്കുന്നത് അങ്ങനെയാണ്. അപ്പോൾ ഇമാമിയങ്ങൾ എന്ന് പറയുന്നവിടത്ത് നമുക്ക് തർക്കമില്ല, അവർ വലിയ ഇമാമിയങ്ങൾ തന്നെയാണ്. അവരുടെ ഇമാമിയങ്ങളൊന്ന് ഇമാം അലി റളിയല്ലാഹു അൻഹു, അവിടുത്തെ മക്കളായ ഹസൻ റളിയല്ലാഹു അൻഹു, അവിടുത്തെ പിന്നെ മറ്റൊന്ന് ഹുസൈൻ റളിയല്ലാഹു അൻഹു, അവരുടെ മക്കൾ, ഇങ്ങനെ പോരുന്ന 12 ആ സന്താന പരമ്പരയിൽ വരുന്ന 12 ഇമാമിയങ്ങളാണ്. അവരൊക്കെ വളരെ പ്രഗത്ഭരാണ്, വലിയ ആലിമീങ്ങളാണ്, വലിയ ഇമാമിയങ്ങളാണ്. നമ്മുടെ സുന്നത്ത് ജമാഅത്തിൻ്റെ കാഴ്ചപ്പാടിൽ നമുക്ക് ആർക്കും തർക്കമില്ലല്ലോ. അപ്പം ഈ ഇമാമിയങ്ങൾക്ക് പാപസുരക്ഷിതത്വമുണ്ട് എന്ന ഒരു പിഴച്ചവാദം അവർക്കുണ്ട്, നമുക്കറിയാലോ. പ്രവാചകന്മാർക്ക് മാത്രമുള്ളൊരു സവിശേഷത അവരുടെ ഈ ഇമാമിയങ്ങൾക്ക് അവർ ചാർത്തി കൊടുക്കുന്നു. അപ്പം ഈ പാപസുരക്ഷിതത്വമുള്ള ഈ ഇമാമിയങ്ങൾക്ക് മാത്രമാണ് ഈ വിശുദ്ധ വാക്യങ്ങളുടെ ഒളിഞ്ഞിരിക്കുന്ന ആന്തരികമായ അതിൻ്റെ തഹ്വീൽ മനസ്സിലാക്കാൻ കഴിയുകയുള്ളൂ എന്നവർ വ്യാഖ്യാനിക്കുകയും അങ്ങനെയാണ് അവർ ആ ഖുർആനെ വ്യാഖ്യാനിക്കുകയും ചെയ്യുന്നത്. അപ്പോൾ പൊതുവെ അതിൻ്റെ കൂടെ സൂചിപ്പിക്കേണ്ട ഒരു തെറ്റിദ്ധാരണയുണ്ട്. പൊതുവേ നമ്മുടെ നാടുകളിലൊക്കെ പറയാറുണ്ട്, ഇപ്പോൾ ഷിയാക്കളെക്കുറിച്ച് വലിയ ചർച്ചകൾ ലോകത്ത് നടക്കുന്നൊരു സമയമാണല്ലോ, യുദ്ധാനന്തര സാഹചര്യത്തിൽ അവരെ പ്രോത്സാഹിപ്പിച്ചും അല്ലാതെയൊക്കെയുള്ള ചർച്ചകൾ. അപ്പോൾ ഷിയാക്കൾക്ക് മറ്റൊരു ഖുർആനുണ്ട് എന്നൊരു ചർച്ച പലരും എഴുതുകയും പറയുകയൊക്കെ ചെയ്യുന്നത് കാണാറുണ്ട്. യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു വാദം ഷിയാക്കൾക്കില്ല. ഷിയാക്കൾക്ക് മറ്റൊരു ഖുർആനല്ല, നമ്മൾ അംഗീകരിക്കുന്ന ഖുർആൻ തന്നെയാണ് അവരുടെ കയ്യിലുമുള്ളത്. പക്ഷെ ഖുർആനിന് മറ്റൊരു ഡൈമെൻഷനുണ്ട്, എല്ലാ വാക്യങ്ങൾക്കും മറ്റൊരു അർത്ഥമുണ്ട്, ഒളിഞ്ഞിരിക്കുന്ന ആശയമുണ്ട്. ആ ആശയം ഞങ്ങളുടെ ഇമാമിയങ്ങളിലൂടെ മാത്രമേ മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ എന്നുള്ളൊരു വ്യാഖ്യാനം. ആ അർത്ഥത്തിൽ അവർ ഖുർആനിനെ മറ്റൊന്നായി മാറ്റുന്നു എന്നുള്ളതല്ലാതെ അടിസ്ഥാനപരമായി മറ്റൊരു ഖുർആൻ അവർ അംഗീകരിക്കുന്നില്ല. അങ്ങനെ അംഗീകരിക്കുന്നുണ്ടെങ്കിൽ അവർ ഇസ്ലാം ഒന്ന് നിരൂപാധികം പുറത്തു പോവുകയും ചെയ്യുന്നുള്ള കാര്യത്തിൽ തർക്കമില്ലല്ലോ. അപ്പോൾ ഈ തഹ്വീലിലാണ് അടിസ്ഥാനപരമായി തർക്കമുള്ളത്. അപ്പോൾ ഇങ്ങനെ തഹ്വീൽ ചെയ്യുമ്പോഴുള്ളൊരു പ്രശ്നം, ഈ ഇമാമിയങ്ങളുടെ പേരിൽ അവർ പറയുന്ന അവരുടെ ഈ 12 ഇമാമിയങ്ങളുടെ പേരിലും അവർ കൊണ്ടുവരുന്ന മിക്ക കൗലുകളും അങ്ങേയറ്റം ദുർബലമായ, യാതൊരു അടിസ്ഥാനവും ഇല്ലാത്ത കൗലുകളാണ്. അപ്പോൾ ആദ്യകാല തഫ്സീറുകളിൽ അവരുടെ ഇമാമിയങ്ങളുടെ പേരിൽ അവർ കൊണ്ടുവരുന്ന പല കൗലും പിൽക്കാലത്ത് വന്നിട്ടുള്ള അവരുടെ തന്നെ മുതഅഖിരീങ്ങളായിട്ടുള്ള അവരുടെ മുഫസ്സിറുകൾ തന്നെ തള്ളിക്കളഞ്ഞിട്ടുണ്ട്. ഇതിന് യാതൊരു അടിസ്ഥാനവുമില്ല എന്ന് പറഞ്ഞുകൊണ്ട്. അത് സുന്നി പണ്ഡിതന്മാരൊക്കെ പറഞ്ഞത് അവരുടെ തഖിയ്യയുടെ ഭാഗമാണ്, അത് അവരുടെ ഒരു അടവ് നയമാണ്, യഥാർത്ഥത്തിൽ തള്ളിയതല്ല എന്നൊക്കെയാണ്. എന്തായിരുന്നാലും അവരതിനെ തള്ളിക്കളയുന്ന രൂപത്തിൽ ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഇത്തരത്തിൽ വിശുദ്ധ ഖുർആനിന് 2 അർത്ഥതലങ്ങളുണ്ട് എന്ന് പറയുകയും അതിൻ്റെ ഒളിഞ്ഞിരിക്കുന്ന ആ ആശയമാണ് യഥാർത്ഥ ഖുർആൻ, കൽബുൽ ഖുർആൻ എന്ന് അവർ പറഞ്ഞത്. അതിലാണ് ഖുർആനിൻ്റെ കൽബ്, യഥാർത്ഥ ഹൃദയം നിലകൊള്ളുന്നത്. അത് മനസ്സിലാക്കുമ്പോഴാണ് ഖുർആനെ ഉൾക്കൊള്ളാൻ കഴിയുന്നത്. അത് മനസ്സിലാക്കേണ്ടത് ഞങ്ങളുടെ ഇമാമിയങ്ങളിലൂടെയാണ് എന്ന് പറയുന്ന ഒരു വാദത്തിൻ്റെ ഒരു പുതിയ മുഖം തുറക്കുകയാണ് യഥാർത്ഥത്തിൽ ഷിയാക്കൾ ചെയ്യുന്നത്. ഇത്തരത്തിൽ ധാരാളം വാക്യങ്ങൾ അവർ വ്യാഖ്യാനിക്കുന്നതായി കാണാൻ കഴിയും. ഇപ്പോൾ വിശുദ്ധ സൂറത്തുൽ ബഖറയിൽ
സൂറത്തുൽ ബക്കറയിലെ ആദ്യത്തെ വാക്യങ്ങളിൽ തന്നെ അവർ പറയും ദാലിക്കൽ കിതാബ് എന്ന് പറഞ്ഞാൽ അവർ പറയുന്നത്, നമ്മൾ സാധാരണ അത് ഖുർആനെ കുറിച്ച് പറയുന്നതാണ്, പക്ഷെ അവർ പറയുന്നത് ദാലിക്കൽ കിതാബ് എന്ന് പറഞ്ഞാൽ അത് മഹാനായ ഇമാം അലി റളിയല്ലാഹു അൻഹു ആണ്. ലാ റൈബ ഫീഹി, അതിൽ സംശയമില്ല എന്ന് പറഞ്ഞാൽ അത് കിതാബിനെ കുറിച്ച് പറയുന്നതാണ്. നമ്മളെല്ലാ കിതാബിലുമുണ്ട്. ഈ അർത്ഥം അവർ അംഗീകരിക്കുന്നുണ്ട്. പക്ഷെ അതിൻ്റെ ഒളിഞ്ഞിരിക്കുന്ന അർത്ഥം എന്താണ്? അതിൽ ഒളിഞ്ഞിരിക്കുന്ന അർത്ഥം അവിടെ കിതാബ് എന്ന് പറഞ്ഞാൽ അലി റളിയല്ലാഹു അൻഹു ആണ്. അതിൽ സംശയമില്ല എന്ന് പറഞ്ഞാൽ റസൂലിന് ശേഷം ഇമാമാവാൻ യോഗ്യതയുള്ളത് അലിയാണ് എന്ന വിഷയത്തിൽ സംശയിക്കാൻ പാടില്ല. ഹുദല്ലിൽ മുത്തഖീൻ. അങ്ങനെ സംശയിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ എന്തല്ല, ഇസ്ലാമിൽ മുസ്ലിമല്ല, അവന് അത് മുത്തഖീങ്ങളുടെ രീതിയല്ല. അപ്പം ഇത്തരത്തിൽ ഈ പറയുന്ന വിശുദ്ധ വാക്യങ്ങൾക്ക് എല്ലാം ഒരു പ്രത്യേകമായ ആശയമുണ്ട് എന്ന് പറയുകയും ആ ആശയത്തെ എല്ലാം ഇവരുടെ ഇമാമിയത്ത് വാദങ്ങൾ, അലി റളിയല്ലാഹു അൻഹു അടക്കമുള്ള അവർ പറയുന്ന ഇമാമിയത്ത് വാദങ്ങൾ സമർത്ഥിക്കാൻ വേണ്ടി ഉദ്ധരിക്കുകയും നമ്മുടെ മഹാന്മാരായ സ്വഹാബത്തിനെ, നമുക്കറിയാലോ ഷിയാക്കളുടെ പ്രശ്നം അവരെ ഇമാം അലി റളിയല്ലാഹു അൻഹുവിനെ മഹത്വപ്പെടുത്തുന്നു എന്നുള്ളതല്ല നമ്മുടെ പ്രശ്നം, മറിച്ച് അബൂബക്കർ, ഉമർ, ഉസ്മാൻ റളിയല്ലാഹു അൻഹും ഇത്തരം നമ്മുടെ സ്വഹാബത്തിനെ നിന്ദിക്കുകയും അങ്ങേയറ്റം തക്ഫീർ നടത്തുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. അതിനു വേണ്ടി പോലും വിശുദ്ധ ഖുർആനിൻ്റെ വാക്യങ്ങളെ ഈ തെഹ്വീലിൻ്റെ ആശയമാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ ഇമാമിങ്ങളുടെ പേരിൽ ഉദ്ധരിച്ചുകൊണ്ട് അവതരിപ്പിക്കുന്നു എന്നുള്ളതാണ് ഷീഈ തഫ്സീറുകളുടെ ഒരു പ്രത്യേകത. പക്ഷേ ഷീഈ തഫ്സീറുകൾ, നല്ല തഫ്സീറുകൾ എന്ന് പറയുന്ന വളരെ ശാസ്ത്രീയപരമായി കാര്യങ്ങൾ അവതരിപ്പിക്കുന്ന, അല്ലെങ്കിൽ ഇസ്ലാമിൻ്റെ ചരിത്രപരമായ ഗാംഭീര്യങ്ങൾ അവതരിപ്പിക്കുന്ന ആധുനിക തഫ്സീറുകൾ ധാരാളമുണ്ട്. വലിയ വലിയ തഫ്സീറുകളൊക്കെ ഉണ്ട്. ഒരുപക്ഷെ സുന്നത്ത് ജമാഅത്തിൻ്റെ തഫ്സീറുകളുമായി കിടപിടിക്കുന്ന തഫ്സീറുകൾ അവർ എഴുതിയിട്ടുണ്ട്. പക്ഷേ ഇത്തരത്തിലുള്ള വൈകല്യങ്ങൾ വ്യാഖ്യാനങ്ങളിൽ അടിസ്ഥാനപരമായ ഉസൂലിയായ ഈമാനികമായ വിഷയങ്ങളിൽ അവരുടെ തഫ്സീറുകളിൽ ധാരാളമുണ്ട്. അപ്പോൾ അത്തരം തഫ്സീറുകളൊക്കെ, ഷിയാ തഫ്സീറുകളൊക്കെ ശാസ്ത്രീയപരമായ പഠനങ്ങൾക്ക് വേണ്ടിയും മറ്റൊക്കെ ഉപയോഗിക്കുന്ന ആളുകൾ ഈ പറയുന്ന വൈകല്യങ്ങളെ കൂടി പരിഗണിക്കേണ്ടതുണ്ട് എന്നാണ് സുന്നി എന്ന അർത്ഥത്തിൽ, അല്ലെങ്കിൽ സുന്നത്ത് ജമാഅത്തിൻ്റെ ഒരു പ്ലാറ്റ്ഫോമിൽ നിന്നുകൊണ്ട് സൂചിപ്പിക്കുവാനുള്ളത്. ഇതാണ് അടിസ്ഥാനപരമായ ഷിഈ തഫ്സീറുകളുടെ വൈകല്യങ്ങൾ എന്നാണ് സൂചിപ്പിക്കുവാനുള്ളത്. സമയത്തിൻ്റെ പരിമിതി ഉള്ളതുകൊണ്ട് ഒരുപാട് വാക്യങ്ങൾ വിശദീകരിക്കാനുണ്ട്, അതിലേക്ക് മുതിരുന്നില്ല. ഇൻഷാ അല്ലാഹ്. വാഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.